കിച്ചണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണത്. വേണമെങ്കിൽ ഇവിടെ ഒരു ബെഞ്ചിട്ട് അല്ലെങ്കിൽ കസേര ഇട്ടിട്ട് ഒരു സ്റ്റൂളുമ്മേലേക്ക് കാലും വെച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കുകയൊക്കെ ആവാം. ഇതൊരു കൗണ്ടർ ടോപ്പ്. അത് ക്ലീൻ ആൻഡ് ഐഡിയ ആയിരിക്കണം എന്ന് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. പക്ഷേ പലപ്പോഴും പറ്റാറില്ല. പിന്നെ വെള്ളം, അത് ഇടയ്ക്ക് കറണ്ട് പോകും. അപ്പോൾ നമുക്ക് ഫിൽറ്ററിൽ വെള്ളം കിട്ടില്ല, കാരണം കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് 2-3 കുപ്പി വെള്ളം വാങ്ങി വെച്ചിരിക്കണമെന്ന് മാത്രം. അതിൻ്റെ ഫിൽറ്റർ ഇത് വേറൊരു കൗണ്ടർ ടോപ്പ്. അതിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കാറുണ്ട്. കിച്ചൻ എനിക്ക് ആകെ ഒരു കിച്ചനുള്ളൂ. അത് നല്ല വീതി വിസ്താരത്തിൽ പണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിലെ സാധനങ്ങൾ, ഞാൻ പെരുമാറുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇത് കാണുമ്പോഴേ ഒരു സുഖം കിട്ടും. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിൽ വെറും കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ കാണുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് വെച്ചാൽ, ഞങ്ങൾ ആലുവ ശിവരാത്രിക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. ഞങ്ങളെല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ ഭരണി വാങ്ങി. ഇത്തിരി ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ തന്നെ വാങ്ങിയത് കേട്ടോ. പുതിയതായി വാങ്ങിയ മിക്സിയാണ്. എൻ്റെ പഴയ മിക്സിയുടെ ഈ ഭാഗത്തുള്ള സാധനം പൊട്ടിപ്പോയി. എല്ലാ ജാറിലും പൊട്ടിപ്പോയി. കുറച്ച് നാളായി ഉണ്ടായിരുന്നു ആ മിക്സി. അതൊരു പഴയ മിക്സിയായിരുന്നു, ഫിലിപ്സിൻ്റെ. അപ്പോൾ ഫിലിപ്സിൻ്റെ മിക്സി മോട്ടറിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാവശ്യം വാങ്ങിയപ്പോൾ ഇതെന്നെ വാങ്ങി. ഇതിന് വേറൊരു ഫീച്ചറുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കോഴ്സായിട്ട് അരയ്ക്കേണ്ടതാണെങ്കിൽ നമുക്ക് 1-ൽ മതി. ഫൈനായിട്ട് അരയ്ക്കേണ്ടതാണെങ്കിൽ 2-ൽ, സൂപ്പർ ഫൈനാണെങ്കിൽ 3-ൽ. പിന്നെ ക്ലീനിങ് ആണെങ്കിൽ ഈ മോഡിൽ. നല്ല മിക്സിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതാണല്ലോ, അപ്പോൾ നന്നായി അരയ്ക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ സ്പൂൺ ഇട്ടിരിക്കുന്നത് ഭയങ്കര വാസ്തവത്തിൽ ഈ ഗ്ലാസ് തന്നെ 2018 ഫ്ലഡ് ഓർപ്പിക്കും. കാരണം 2018 ഞങ്ങൾ വാടകയ്ക്ക് താമസം മാറ്റിയപ്പോൾ അത് വീട് നിറച്ച് വെള്ളമായപ്പോൾ പിന്നെ വാടക വീട് തന്നെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് വാങ്ങിയ 2 ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണത്. ഇത് പിന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, ഐക്കിയെന്നാണ് വാങ്ങിയത്, ബാംഗ്ലൂർ ഐക്കിയെന്ന്. പിന്നെ ഇതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഭംഗിക്ക് വയ്ക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഈ ഭംഗിക്ക് മാത്രമായിട്ട് സാധനങ്ങൾ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഫ്രീ ആയി കിട്ടിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിക്ക് വെക്കാമെന്ന് മാത്രം. എന്നാലും അത് യൂസ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കും. ഈ ജാറിൽ വെള്ളം എടുക്കാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് ടു ഹെവി. അപ്പോൾ ഇതിൽ ഞാൻ വലിയ എന്താ പറയുക, വലിയ സ്പൂണ്, മരസ്പൂണ് മെയിൻലി ഇട്ട് വെച്ചിരിക്കുന്നു. ഇത്തരം സാധനങ്ങളൊക്കെ. പക്ഷേ മരസ്പൂണ് പിന്നെ കത്തി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മരസ്പൂണൊക്കെ ഇന്ന് വെയിൽ കുറച്ച് വന്നു തുടങ്ങി, മഴയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിലൊക്കെ പൂപ്പൽ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വെയിൽ കൊള്ളിച്ച് എടുത്ത് വെക്കണം. കണ്ട, ഇതിനാണ് മാക്സിമം പൂപ്പൽ വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ ഇത് എനിക്കറിയേണ്ടതില്ല ആ തുടക്കത്തിൽ. അതായത് ഞാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത കാലത്ത് ഇത് കഴുകിയിട്ട് ഓരോ പാത്രങ്ങളിൽ വെക്കണം, അല്ലെങ്കിൽ നിലത്തൊക്കെ വെള്ളമാകുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നു, നീ ഇത് ആദ്യം ഒരു പാത്രത്തിലേക്ക് അടക്കി വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് വെള്ളം തോർത്തിയിട്ട് നീ ഷെൽഫിലേക്ക് എവിടേക്ക് അച്ചൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇനി ഇതൊക്കെ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു ബേസിൻ എന്ന് പറയാമല്ലോ, സിങ്ക്. പിന്നെ തൈരിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ റീയൂസ് ചെയ്യാറുണ്ട്, കാരണം നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ കച്ചറ ഇടാൻ വേണ്ടിയിട്ട്. ഇത്തരം ഫൈബറിൻ്റെ ക്ലോത്ത് വളരെ യൂസ്ഫുള്ളാട്ടോ. പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. വെള്ളമൊക്കെ നമുക്ക് നന്നായി തുടച്ച് നീറ്റാക്കാൻ പറ്റുകയും ചെയ്യും. ഈ ടൈപ്പ് ഫൈബർ ക്ലോത്ത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കൈ കാണുമ്പോൾ വാങ്ങുന്നത് നന്നായിരിക്കും. എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷം വേറെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം.